ഹായ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വിഷയം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമല്ലേ? അതെ, നിങ്ങളെ അപമാനിക്കുന്നവർക്ക് കൊടുക്കേണ്ട മറുപടി എന്താണ് എന്നുള്ളതാണ്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നതായിരിക്കും. ഒരുപക്ഷെ നിങ്ങൾ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താനുള്ള ശ്രമത്തിലുമായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്പെടുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാനായിട്ട് ശ്രമിക്കാം. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? ഫസ്റ്റ് പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ കണ്ണിൽ തന്നെ നോക്കുക എന്നുള്ളതാണ്. അതായത് നിങ്ങളെ വെറും ചെറുതാക്കി സംസാരിക്കുന്നവർക്ക് അല്ലെങ്കിൽ അപമാനിക്കുന്നവർക്ക് കൊടുക്കേണ്ട മറുപടി തന്നെയാണിത്. അതായത് നിങ്ങൾ അവരോട് തിരിച്ചു ഒന്നും തന്നെ പറയാൻ പാടില്ല. പകരം നിങ്ങൾ അവരുടെ കണ്ണിൽ തന്നെ നോക്കുക. അതിൽ നിന്ന് മനസ്സിലാകും അവർക്ക് ഇനി ഇത് ആവർത്തിക്കുന്നത് അത്ര നല്ലതല്ല എന്ന്. ഒന്ന് നിങ്ങൾ ശ്രമിച്ചു നോക്കൂ. സെക്കൻഡ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നിശബ്ദത പാലിക്കുക. നിങ്ങളെ ഇത്തരത്തിൽ അപമാനിക്കുന്നവർക്ക് നിങ്ങളുടെ പ്രതികരണം അറിയാൻ വേണ്ടിയായിരിക്കും അവർ അവിടെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അവർ പറയുന്നത് എന്തു തന്നെ ആയാലും അത് നമ്മളെ വിഷമിപ്പിക്കാൻ വേണ്ടിയായിരിക്കും. അതിൽ നമ്മൾ ഓവറായി സംസാരിക്കാനും പ്രതികരിക്കാനും ഒക്കെ നിന്നു കഴിഞ്ഞാൽ അവർ അവിടെ വിജയിക്കുകയാണ്. അവർക്ക് ആ അവസരം നൽകാതിരിക്കുക. പകരം വലിയ ശ്രദ്ധയൊന്നും കൊടുക്കാതെ നിശബ്ദത പാലിക്കുക. നിങ്ങൾ പ്രതികരിക്കുന്നില്ല എന്ന് മനസ്സിലാകുമ്പോൾ അവർ അവരുടെ വഴിക്ക് പോകും. തേർഡ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഇത് എൻ്റെ തീരുമാനമാണ്. നിങ്ങളോട് പലരും ചോദിക്കാറുണ്ട്, നീ എന്തിനാ ആ ജോലി ഉപേക്ഷിച്ചത്? നീ എന്താ വിവാഹം കഴിക്കാത്തത്? അങ്ങനെ പല പല ചോദ്യങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടാകും. എന്നാൽ ഇതിനെല്ലാം എല്ലാവരോടും നമുക്ക് മറുപടി പറയേണ്ട ആവശ്യമില്ലല്ലേ? കാരണം ഇതൊന്നും അവർക്ക് ഒരു വിഷയമാവേണ്ട കാര്യമേ അല്ല, അല്ലെങ്കിൽ അവരെ ബാധിക്കുന്ന ഒരു കാര്യമേ അല്ല. അവരോടൊക്കെ പറയാൻ കഴിയുന്ന ഒരേ ഒരു മറുപടി അത് എൻ്റെ തീരുമാനമായിരുന്നു. ആ ഒരു പ്രതികരണം അവരെ നിങ്ങളിൽ നിന്നും എന്തും ചോദിക്കാം, അറിയാം എന്നുള്ള മനോഭാവത്തിൽ മാറ്റങ്ങൾ വരുത്തും. നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കൂ. ഫോർത്ത് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ കുറച്ച് അകലം പാലിക്കുക. ഇത് ഞാൻ പറയുമ്പോൾ എങ്ങനെ സാധ്യമാകുമെന്ന് ചിന്തിക്കുന്നവർ ഉണ്ടാകും. കാരണം ഈ ഒരു ഗ്രൂപ്പിൽ നമ്മളുടെ ബന്ധുക്കാരും സ്വന്തക്കാരും ഒക്കെ കാണും. അവരായിരിക്കും നമ്മളെ ആവശ്യമില്ലാതെ അപമാനിക്കുക, കളിയാക്കുക, കുറ്റപ്പെടുത്തുക, മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് നമ്മളെ നമുക്കിഷ്ടമില്ലാത്ത രീതിയിൽ തമാശകൾ പറയുക. അത്തരത്തിലുള്ള വ്യക്തികളിൽ നിന്നും കുറച്ച് അകലം പാലിക്കുന്നതായിരിക്കും നല്ലത്. അവരോട് മിണ്ടാതിരിക്കുക എന്നതല്ല, ആവശ്യത്തിന് മാത്രം, അതായത് ആ ബന്ധം നിലനിർത്താൻ വേണ്ടി മാത്രം അവരോട് കൂട്ടുകൂട്ടുക. നമ്മളുടെ പേഴ്സണൽ കാര്യങ്ങളൊന്നും അവരോട് പങ്കുവയ്ക്കാതിരിക്കുക. ഇതൊക്കെ തന്നെ നമ്മളിൽ ഒരു സമാധാനവും സന്തോഷവും കൊണ്ടുവരും. നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കൂ. ഫിഫ്ത്ത് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുക. അതെ, നിങ്ങളെ അപമാനിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്നവർ പറയുന്നതൊക്കെ കേട്ടിട്ട് തലകുനിച്ച് നിൽക്കാതിരിക്കുക. വിഷമത്തോടെ കണ്ണുകൾ താഴ്ത്താതിരിക്കുക. അത് കാണാനാണ് അവർ നിങ്ങളെ അപമാനിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിന് അവർക്ക് അവസരം കൊടുക്കാതിരിക്കുക. അവരുടെ മുമ്പിൽ തല ഉയർത്തിപ്പിടിച്ച് നിവർന്നു തന്നെ നിൽക്കുക. അത് കാണുമ്പോൾ അവർക്ക് തന്നെ മനസ്സിലാകും ഇവരെ അങ്ങനെയൊന്നും തളർത്താൻ കഴിയില്ല എന്ന്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ സമാധാനവും സന്തോഷവും നൽകുന്നു എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ നിങ്ങൾ ശ്രമിക്കൂ. ഇനി എത്ര തന്നെ ആയാലും ജീവിതം ഒന്നേയുള്ളൂ. ആ ജീവിതം മറ്റുള്ളവർ പറയുന്നതും കേട്ട് വേദനിച്ചും വിഷമങ്ങൾ മനസ്സിൽ നിറച്ചും ജീവിക്കാനുള്ളതല്ല. അതൊക്കെ ഇങ്ങനെ പറയുന്നവർ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിന് നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. നമ്മളാണ് മാറേണ്ടത്. നമുക്ക് നമ്മളിലുള്ള വിശ്വാസം, നമ്മളിലുള്ള പ്രതീക്ഷ, അത് ഉള്ളിടത്തോളം കാലം മറ്റുള്ളവർ പറയുന്നതൊന്നും നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ട കാര്യമില്ല, വിഷമിക്കേണ്ട കാര്യമില്ല. എല്ലാവർക്കും നല്ലത് വരട്ടെ. നിങ്ങളിതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കാനും മറക്കരുത്. താങ്ക് യു.